ശക്തിയേ നമഃ. ഭാരതത്തിലെ 108 ശക്തിപീഠങ്ങളിൽ ഒന്നായ ജമ്മു കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിൽ തിരുപ്പതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് വൈഷ്ണോദേവി ക്ഷേത്രം. ഹിമാലയ സാനുക്കളിൽ പ്രകൃതിദത്തമായ ഒരു ഗുഹയിൽ സ്വയംഭൂവാണ് ദേവി. തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വരുമാനമുള്ള, ഏറ്റവും അധികം ഭക്തരെത്തുന്ന മഹാക്ഷേത്രം. ശക്തി സ്വരൂപിണിയായ അമ്മ മഹാദേവി, ലക്ഷ്മി, സരസ്വതി, ദുർഗാഭാവത്തിൽ കുടികൊള്ളുന്ന അത്യപൂർവ ദേവസ്ഥാനം. ജമ്മു വൈഷ്ണോദേവി ക്ഷേത്ര ദർശനം നേടിത്തരുന്നത് ഒരായുസിന്റെ ജന്മപുണ്യം. पूजा की थाली जोत मन की जगाली तेरी आरती उतारूं बोली माँ तू जो दे दे. മാതാ വൈഷ്ണോദേവിയുടെ ക്ഷണമനുസരിച്ചാണ് ഓരോ ഭക്തനും മല ചവിട്ടി എത്തുന്നത് എന്നാണ് വിശ്വാസം. സമയമാകുമ്പോൾ ഓരോ ഭക്തനെയും അമ്മ ഈ പർവ്വതമുകളിലേക്ക് എത്തിക്കുന്നു എന്നാണ് നൂറ്റാണ്ടുകളായിട്ടുള്ള വിശ്വാസം. ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും സമുന്നയവും അതോടൊപ്പം തന്നെ ഭക്തിയും നമ്മുടെ വിളിച്ചോതുന്ന പ്രശസ്തമായ വൈഷ്ണവി ദേവി ക്ഷേത്രത്തിൽ എത്തുകയെന്നുള്ളത് വളരെ ഒരു ഭാഗ്യകരമാണ്. അവിടെ എത്തി ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത് ഓരോ ഭാരതീയൻ്റെയും ഓരോ മനുഷ്യൻ്റെയും ഭാഗ്യമാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വേറെ ഒരു ലോകത്ത്, അല്ലെങ്കിൽ അത്രയ്ക്ക് സന്തോഷവും ഐശ്വര്യവും അല്ലെങ്കിൽ മനസ്സ് ശരീരം കൂടി യോജിച്ച് പോകുന്ന ഏറ്റവും ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ എത്തുക എന്നുള്ളത് ഭാഗ്യമാണ്, ദൈവികമാണ്. അത് നമ്മൾ ശ്രമിച്ച് അവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ അത് വളരെ നല്ലൊരു മാനസികമായ മാറ്റത്തിനും ഐശ്വര്യത്തിനും ഇടയാക്കുമെന്നുള്ള ഒരു വിശ്വാസവും അനുഭവവും ഇവിടുത്തെ കടന്നു പോകുന്ന ഓരോ ഭക്തജനങ്ങൾക്കും പ്രകടമാണ്. ജഗത് സൃഷ്ടാവായ മാതാ വൈഷ്ണോദേവിയുടെ ക്ഷണമനുസരിച്ചാണ് ഓരോ ഭക്തനും മല ചവിട്ടിയെത്തുന്നത്. സമയം ആഗതമാകുമ്പോൾ അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പർവ്വതത്തിലേക്ക് സ്വാഗതം ചെയ്യുമെന്നാണ് നൂറ്റാണ്ടുകളായുള്ള വിശ്വാസം. ജമ്മു കാശ്മീരിലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിലെ സന്ദർശനം ജീവിതത്തിലൊരു വലിയ അനുഭവമായിരുന്നു. ഹിമാലയ സാനുക്കളിൽ മഞ്ഞുമലകളിൽ കുത്തനെ കിടക്കുന്ന മലമുകളിലുള്ള ക്ഷേത്രം ഏകദേശം 10-14 കിലോമീറ്റർ മുന്നേ തന്നെ ദൃശ്യമാണ്. അങ്ങോട്ട് കാലാവസ്ഥ ഇടയ്ക്ക് അനുകൂലമായതിനാൽ ഹെലികോപ്റ്ററിലും ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടുള്ള തിരിച്ച് കുതിരപ്പുറത്തുമാണ് സഞ്ചരിക്കാൻ വേണ്ടി സാധിച്ചത്. അവിടെ ചെന്ന് ഗുഹയ്ക്കകത്തുള്ള ആ ക്ഷേത്രത്തിൻ്റെ ദർശനം വളരെ ഭക്തി നിർഭരമായിരുന്നു. മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് സദാസമയം 24 മണിക്കൂറും ആയിരക്കണക്കിന് ഭക്തരവിടെ എത്തുന്നു എന്നുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ മഹിമ ഒന്നുകൂടി നമുക്ക് ബോധ്യം വന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ദർശനത്തിന് ശേഷം നമുക്ക് മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം, ഒരു അനുഭൂതി നമുക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മളൊന്നും ആവശ്യപ്പെടാതെ തന്നെ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
തരാൻ ദേവിക്ക് സാധിക്കും. ദേവിയോടൊന്നും നമ്മൾ ആവശ്യപ്പെടേണ്ടതില്ല. ആ ഒരു വിശ്വാസത്തിൽ നമ്മളിന്ന് വളരെ സന്തോഷവാനായിട്ടാണ് നമ്മൾ യാത്ര തുടരാൻ ഉദ്ദേശിക്കുന്നത്. धूल तेरे चरणों की लेकर माथे तिलक लगाया, ओ धूल तेरे चरणों की लेकर. 14 കിലോമീറ്ററോളം അതിദുർഘടമായൊരു പാതയിലൂടെ സഞ്ചരിച്ചു വേണം ദേവീസന്നിധിയിൽ എത്തിച്ചേരുവാൻ. പക്ഷേ അതിന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുള്ളവർക്കും പ്രായമായവർക്കുമൊക്കെ സഞ്ചരിക്കുവാൻ വളരെ ചുരുങ്ങിയ ചെലവിൽ ഹെലികോപ്റ്റർ സംവിധാനവും കുതിരസവാരിയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പേര് അജേഷ്. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിൽ നിന്നാണ്. എനിക്ക് ദേവിയുടെ ദർശനം കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. അതിൽ കൂടുതലായിട്ട് 1.5 മണിക്കൂർ നേരത്തോളം ദേവിയുടെ മുൻപിൽ ഭജൻ കൂടാൻ അവസരമുണ്ടായി. നമ്മുടെ നാട്ടിലെ എല്ലാ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ സെയിം ആചാരങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. ക്ഷേത്രങ്ങളിൽ എത്തി രാജാവ് തന്നെയാണ് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത്. ഏകദേശം 1.5 മണിക്കൂറോളം എല്ലാവിധ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുണ്ടായി. സമുദ്രനിരപ്പിൽ നിന്ന് 5200 അടി ഉയരത്തിലുള്ള മലനിരകളിലെ ഗുഹയിൽ സ്വയംഭൂശിലയായാണ് വൈഷ്ണോദേവി കുടികൊള്ളുന്നത്. 3 ശിലകളല്ലാതെ ഈ ഗുഹയിൽ വൈഷ്ണോദേവിയുടെ മറ്റ് വിഗ്രഹങ്ങളോ പ്രതിഷ്ഠയോ ഒന്നും തന്നെയില്ല. 200 പേർ വീതമുള്ള ഗ്രൂപ്പുകൾ നിശ്ചയിക്കപ്പെട്ട സന്ദർശന സമയത്ത് യാത്രാ സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുഹ സന്ദർശിക്കുന്നത്. 24 മണിക്കൂറും ദർശനം സാധ്യമാണ്. ഇടത്താവളങ്ങളിൽ വിശ്രമിച്ചെത്തുന്ന ഭക്തർക്ക് ഭവൻസിൽ വെച്ചാണ് യാത്രാ നമ്പർ നൽകുന്നത്. ഖത്രയിൽ നിന്നും 12 കിലോമീറ്റർ ദൂരത്തിലാണ് ഭവൻസ്. ഹെലിപ്പാഡ് സാഞ്ചിയിലാണ്. അവിടെ നിന്നും ഏകദേശം 3 കിലോമീറ്റർ അകലെയാണ് ഭവൻസ്. ഭവൻസിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പുതപ്പുകളും മറ്റ് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും പൂർണ്ണമായും സൗജന്യമാണ്. പുതപ്പുകളും കോട്ടും ഒന്നും തന്നെ മുകളിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. വേദങ്ങളിൽ പ്രസിദ്ധമായ ത്രികുട പർവ്വതത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ ഈ മഹാക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട്. വനവാസ കാലഘട്ടത്തിൽ പാണ്ഡവന്മാർ ഈ ക്ഷേത്രം സന്ദർശിച്ച് അർച്ചന നടത്തിയിരുന്നു. പിന്നീട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധാരംഭത്തിനു മുമ്പ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ മാതാ വൈഷ്ണോദേവിയെ ധ്യാനിച്ച് വിജയാശംസ തേടിയിരുന്നതായും മഹാഭാരതം പറയുന്നു. മഹാഭാരതത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ദേവസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ജമ്മുവിലാണെന്ന് കരുതപ്പെടുന്നു. ജലത്തിൽ സ്ഥിതി ചെയ്യുന്ന 3 കല്ലുകളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏറ്റവും വലതുവശത്തുള്ള കറുത്ത കല്ല് കാളി ദേവിയെയും, നടുക്കുള്ള മഞ്ഞ കലർന്ന ചുവപ്പ് നിറമുള്ള കല്ല് മഹാലക്ഷ്മിയെയും, ഇടതുഭാഗത്തുള്ള വെള്ള നിറമുള്ള കല്ല് സരസ്വതി ദേവിയെയും പ്രതിനിധാനം ചെയ്യുന്നു. 98 അടി നീളമുള്ള ഒരു പ്രകൃതിദത്ത ഗുഹയിലാണ് ഈ ശിലകൾ സ്ഥിതി ചെയ്യുന്നത്. ധാരാളം ഉപദേവതാ സങ്കല്പങ്ങൾ ഗുഹയിൽ ഉടനീളമുണ്ട്. 33 കോടി ദേവഗണങ്ങളും ഈ ഗുഹയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് സങ്കല്പം. ഗുഹയുടെ ആരംഭത്തിൽ തന്നെ ഗണേശ പ്രതിഷ്ഠയുമുണ്ട്. തേങ്ങയും മധുരപലഹാരങ്ങളും ഗുഹയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. വൈഷ്ണവി ദേവിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ചെന്ന് നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട. കാരണം കുചേലൻ പണ്ട് ശ്രീകൃഷ്ണനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിനോടൊന്നും ചോദിച്ചില്ല. ശ്രീകൃഷ്ണൻ അറിഞ്ഞെല്ലാം കൊടുക്കുകയാണ് ചെയ്തത്. അതേ ഒരു അവസ്ഥയാണ് വൈഷ്ണവി ദേവി ടെമ്പിൾ. കാരണം പല ആൾക്കാരും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്നത്തെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടത്തില്ല. ആ ദേവിയുടെ ഫ്രണ്ടിൽ ചെന്നൊന്ന് നിന്നാൽ മാത്രം മതി. നമ്മുടെ ദേവി അറിഞ്ഞ് നമുക്ക് എന്തൊക്കെയാണ് കിട്ടേണ്ടത് അതറിഞ്ഞ് ദേവി നമുക്ക് തരും. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും കാലഘട്ടത്തിലൊരു അവസരം നിങ്ങളതിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വരണം. ഞങ്ങളിനി എന്നൊക്കെ മലയാളം കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്യണമെങ്കിൽ എല്ലാ പ്രോഗ്രാമിനും ഞാൻ വൈഷ്ണവി ദേവി ടെമ്പിളിൽ ഞാൻ എത്തും. അത് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. എനിക്ക് എണീച്ച് നടക്കാനുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ എത്തും. അത് അത്രത്തോളം പവർഫുള്ളാണ് ആ ക്ഷേത്രത്തിൻ്റെ കാര്യം. വളരെ ചൈതന്യമാണ് നമ്മുടെ ശരീരത്തിൽ. ഇപ്പം ഞങ്ങളുടെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റർ.
നമ്മുടെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും ഫിൽട്ടറായി ഫുള്ളി പോസിറ്റീവ് എനർജി കിട്ടാൻ പറ്റുന്ന രീതിയിൽ ഹിമാലയത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. നിങ്ങളെല്ലാവരും ആ ക്ഷേത്രത്തിലൊരു അവസരത്തിൽ നിങ്ങൾ പോകണം. ഏകദേശം കേരളത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 7000-8000 കിലോമീറ്റർ അകലെയായിട്ട് ഇത് ക്ഷേത്രം വരും. तेरे चरणों पे वारूं भोली माँ, ओ माँ, ओ माँ, लेके पूजा की थाली जोत मन की जगाली, तेरी आरती उतारूं भोली माँ, तू जो दे दे सहारा सुख जीवन का सारा, तेरे चरणों पे वारूं भोली माँ, ओ माँ, ओ माँ, ओ माँ, ओ माँ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. വൈഷ്ണോദേവി ക്ഷേത്ര ദർശനം കഴിഞ്ഞപ്പോൾ ആ ഒരു അനുഭൂതിയിലാണ് ഇരിക്കുന്നത്. തെക്കേ ഇന്ത്യയിലെയും വടക്കേ ഇന്ത്യയിലെയും ധാരാളം ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുള്ള എനിക്ക് കിട്ടിയ അനുഭൂതിയെ വർണ്ണനാതീതമാണ്. വിഗ്രഹങ്ങളുടെ ഒരു പ്രതീക്ഷിച്ച് ചെല്ലുന്ന ക്ഷേത്രത്തിനേക്കാൾ വ്യത്യസ്തമായി വിഗ്രഹങ്ങളെ തൊഴാതെ സ്വയംഭൂവായ ദേവിയെ ദർശിക്കാനുള്ള ഒരു അനുഭൂതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ. ദുർഘടമായ മലമടുക്കുകളിലൂടെ സഞ്ചരിച്ച് 14 കിലോമീറ്റർ ദൂരമുള്ള ഈ സഞ്ചാരം തന്നെ ഒരു അനുഭവം തന്നെയാണ്. മറ്റൊരു അനുഭവം പറയാനുള്ളത് അവിടെ നിന്നുള്ള യാത്രയാണ്. യാത്രയിൽ നമുക്ക് ഏറ്റവും അനുഭവം ദേവിയുടെ ഇഷ്ടവാഹനമായ ആ കുതിരയിലുള്ള സഞ്ചാരം, ദുർഘട വഴിയിലുള്ള സഞ്ചാരം, അത് വർണ്ണനാതീതമാണ്. സ്വയംഭൂവായ ദേവിയെ ശിലാരൂപത്തിൽ 3 രൂപത്തിൽ ദർശിക്കാനുള്ള ഒരു ഭക്തൻ്റെ അനുഭവം, അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് മോക്ഷപ്രാപ്തിയിലേക്കും സർവ്വ ഐശ്വര്യങ്ങളിലേക്കും നമ്മെ നയിക്കുന്നു എന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും ഓരോ ഭക്തനും ആ അനുഭൂതി അവിടെ നിന്ന് ലഭിക്കും. ദേവിയുടെ ക്ഷണമനുസരിച്ച് മാത്രമേ അവിടെ എത്താൻ സാധിക്കൂ എന്നുള്ളതിന് അനുഭവയോഗ്യമാണ്. എനിക്ക് കൂടി അനുഭവയോഗ്യമായ ഒരു കാര്യം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ യാത്രയെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള പല കാര്യങ്ങളുണ്ടായി എങ്കിലും ദേവിയെ കാണാൻ സാധിക്കില്ല എന്നൊരു സങ്കടം പല അവസരങ്ങളിലും ഞങ്ങൾക്കുണ്ടായി. എങ്കിലും ദേവി ആ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ആ ദുർഘടമായ വഴിയിലൂടെ സഞ്ചരിച്ച് അവിടെ എത്തി സ്വയംഭൂവായ ദേവിയെ, വിഗ്രഹമില്ലാതെ പ്രതിഷ്ഠിച്ച ദേവിയെ കൺകുളിർക്കെ കണ്ടുകൊണ്ട് സായുജ്യമടയാൻ സാധിച്ചത്. വൈഷ്ണോദേവി ക്ഷേത്രം ജമ്മുകാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ദേവി സന്ദർശനത്തിനായി പോകുന്ന അവസരത്തിൽ സന്ദർശനം മടങ്ങി തിരികെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളുടെ മുഖത്തിലും പ്രസരിക്കുന്ന ആ പ്രസാദം, ദേവീ കടാക്ഷം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വളരെ കഷ്ടതകൾ അനുഭവിച്ച് ദേവി സന്ദർശനത്തിന് വേണ്ടി അല്ലെങ്കിൽ ദർശനത്തിന് വേണ്ടി ഇവിടെ എത്തുന്ന എല്ലാ ഭക്തന്മാർക്കും ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രധാന ഗുഹയിലെ ദർശനത്തിന് ശേഷം മടങ്ങും വഴിയാണ് ഭൈരവ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത്. ദേവിയാൽ വധിക്കപ്പെട്ട ഈ അസുര ക്ഷേത്ര ദർശനവും വൈഷ്ണോദേവി തീർത്ഥാടനത്തിന്റെ ഭാഗമാണ്. മറ്റെല്ലാ ക്ഷേത്രത്തിലും ദർശനം സാധ്യമാകുന്നതുപോലെ ഈ വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ സാധ്യമാകില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അമ്മ നമ്മളെ വിളിച്ചെങ്കിൽ മാത്രമേ അമ്മയുടെ ദർശനത്തിന് നമ്മൾ പാത്രീഭൂതരാകൂ. മാത്രവുമല്ല, ഇവിടെ ദർശനത്തിനെത്തുമ്പോൾ എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളും നമ്മൾ അതിജീവിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ സഹിച്ചാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെത്തിയത്. ആദ്യം തന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും എനിക്ക് അവസരവും ഒരുക്കി തന്ന മലയാളം കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡിന് ഞാൻ ഈശ്വരൻ്റെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് പ്രതിബന്ധങ്ങൾ ഞാൻ തരണം ചെയ്യേണ്ടതായിട്ട് വന്നു. അതിലേറ്റവും പ്രധാനം ഈ ക്ഷേത്രസ്ഥലത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. കാരണം ഫ്ലൈറ്റിലും ട്രെയിനിലും ഹെലികോപ്റ്ററിലും പിന്നെ മറ്റു വാഹനങ്ങളിലും കൂടെ യാത്ര ചെയ്ത് ഇത്രയും യാത്ര ചെയ്തപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. സാധാരണ ഒരാൾക്ക്
മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും പോയി ദർശനം നടത്തുന്നത് പോലെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പറ്റില്ല എന്നുള്ളത് അനുഭവസ്ഥരുടെ വിവരണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എന്നെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ ഉണ്ടായ ഒരു പ്രതിബന്ധം എന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനം സാമ്പത്തികമായിരുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന ആ സാമ്പത്തികം എന്നെ ഒരാൾ സഹായിക്കുമെന്ന് വാക്ക് തന്നിരുന്നു. അവസാന നിമിഷം ആ തരാമെന്ന് പറഞ്ഞ ആൾ വാക്ക് പിൻവലിക്കുകയും വളരെ വിഷമത്തോടുകൂടി ഞാൻ ഈ യാത്ര റദ്ദാക്കുകയും ചെയ്തതാണ്. പക്ഷെ എന്തോ അറിയില്ല, ഈശ്വരൻ്റെ അനുഗ്രഹവും അമ്മയുടെ കൃപാകടാക്ഷവും ഒന്നുകൊണ്ട് മാത്രം ഇത്രയും വലിയ ഭാരതത്തിൻ്റെ ഹിമാലയ പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രസ്ഥലത്തിൽ എത്തിച്ചേരുവാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും സംഗീത ഉപാസകനായ എന്നെപ്പോലുള്ള ഒരുപാട് കലാകാരന്മാർ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. वैष्णो देवी काफ़ी माताएं हिमाचल में भी हैं, चिंतपूर्णी, ज्वालाजी वगैरह, इसमें से एक वैष्णो देवी है, लेकिन इसका बहुत बड़ी यात्रा मानते हैं क्योंकि इधर यहाँ कटरा से वैष्णो देवी तक 14 किलोमीटर तक पैदल जाना पड़ता है। अभी तो घोड़े, हेलीकॉप्टर, बाय रोड का भी अभी साधन बन रहा है, लेकिन किसी टाइम में घोड़े और लोग पैदल ही जाते थे, इतनी सुविधा नहीं होती थी। अभी वैष्णो देवी श्राइन बोर्ड ने इतनी सुविधा बना दी है, घोड़े, बैटरी प्लस हेलीकॉप्टर, और नीचे भी होटल्स वगैरह बहुत अच्छे हैं। പുരാതന സിഖ് ഗ്രന്ഥങ്ങളിലും ഗുരു ഗോവിന്ദ് സിംഹൻ ഈ ഗുഹാക്ഷേത്രത്തെ പരാമർശിക്കുന്നുണ്ട്. ഭാരതത്തിലെ 108 ശക്തിപീഠങ്ങളിൽ ഒന്നാണ് വൈഷ്ണോ ദേവി ക്ഷേത്രം. തിരുമല തിരുപ്പതി കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രമാണ് ഇത്. ഏതാണ്ട് 1 കോടി ഭക്തരാണ് ഓരോ വർഷവും മല ചവിട്ടിയെത്തുന്നത്. ത്രേതായുഗത്തിൽ ദക്ഷിണേന്ത്യയിൽ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ദേവിമാരുടെയും ശക്തികളിൽ നിന്ന് അതിമനോഹരിയായ ഒരു പെൺകുട്ടി രത്നാകർ സാഗർ എന്ന പൗരമുഖ്യന്റെ മകളായി ജന്മമെടുത്തു. വളർന്നപ്പോൾ ധ്യാനത്തിലും പഠനത്തിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച കുഞ്ഞു വൈഷ്ണവി 9 വയസ്സിന് മുമ്പ് തന്നെ വേദശാസ്ത്രങ്ങളെല്ലാം ഹൃദ്യസ്ഥമാക്കി. വിഷ്ണുവിൽ വിലയം പ്രാപിക്കണമെന്ന അതികഠിനമായ ആഗ്രഹം വൈഷ്ണവിയിൽ ഉടലെടുത്തു. രാമേശ്വരത്ത് കടൽ തീരത്ത് ഒരു കൊച്ചുകുടിലിൽ ദേവി നീണ്ട തപസ് ആരംഭിച്ചു. വർഷങ്ങൾക്കു ശേഷം സീതാന്വേഷണാർത്ഥം രാമേശ്വരത്തെത്തിയ ശ്രീരാമൻ വൈഷ്ണവിയുടെ കുടിലിലെത്തുകയും രാവണ നിഗ്രഹത്തിന് വൈഷ്ണവിയുടെ അനുഗ്രഹാശസ്സുകൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ശ്രീരാമനെ തിരിച്ചറിഞ്ഞ ദേവി തന്നെ വൈഷ്ണവ ചൈതന്യത്തിൽ ലയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. രാവണ നിഗ്രഹത്തിന് ശേഷം താൻ തിരികെ ഈ കുടിലിൽ എത്തുമെന്ന് രാമൻ വൈഷ്ണവിക്ക് വാക്കു നൽകി. അപ്പോൾ തന്നെ തിരിച്ചറിയുകയാണെങ്കിൽ തന്നിൽ വൈഷ്ണവിയെ ലയിപ്പിക്കാമെന്ന് അനുഗ്രഹം നൽകി ശ്രീരാമൻ ലങ്കയിലേക്ക് യാത്രയായി. വൈഷ്ണവി തന്റെ തപസ് പുനരാരംഭിച്ചു. രാവണ നിഗ്രഹത്തിന് ശേഷം അയോധ്യയിലെ രാജാവായി അധികാരമേറ്റ ശ്രീരാമൻ തന്റെ വാഗ്ദാനത്തെക്കുറിച്ച് ഓർക്കാനിടയാവുകയും ഒരു വൃദ്ധ താപസിന്റെ വേഷത്തിൽ വൈഷ്ണവിയുടെ കുടിലിലേക്ക് ചെല്ലുകയും ചെയ്തു. പക്ഷേ വൃദ്ധ താപസിന്റെ വേഷത്തിലുള്ള രാമനെ വൈഷ്ണവിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. മടങ്ങാൻ നേരം താൻ ആരാണെന്ന് ശ്രീരാമൻ വെളിപ്പെടുത്തിയതോടെ വൈഷ്ണവി പൊട്ടിക്കരഞ്ഞു. ദേവിയെ ആശ്വസിപ്പിച്ച രാമൻ വൈഷ്ണവ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കാൻ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ടെന്ന് ദേവിയെ ഉപദേശിച്ചു. ഉത്തരദിക്കിൽ ത്രികുടപർവ്വതത്തിൽ പോയി തപസ് തുടരുവാൻ ദേവിയോട് ആവശ്യപ്പെട്ട രാമൻ കലിയുഗത്തിൽ കൽക്കിയായി താൻ മടങ്ങിവരുമെന്നും അന്ന് വൈഷ്ണവിയെ തന്നിലേക്ക് സ്വീകരിക്കുമെന്നും വാഗ്ദാനം നൽകി. നിലയ്ക്കാത്ത തിരകൾ പോലെ ഭക്തർ വൈഷ്ണോ ദേവിയുടെ അനുഗ്രഹം തേടി ത്രികുടശൈലം കയറി എത്തുമെന്നും അവരുടെ വിഷമതകളും സങ്കടങ്ങളും പരിഹരിച്ച് ലോകക്ഷേമാർത്ഥം നിലകൊള്ളുവാനും ശ്രീരാമൻ വൈഷ്ണവിയെ അനുഗ്രഹിച്ചു. ഇന്നത്തെ ഖത്രയ്ക്ക് സമീപം ആശ്രമം സ്ഥാപിച്ച് ദേവി 1000 വർഷത്തെ കൊടും തപസ്സിൽ മുഴുകി. ഗോരഖ്നാഥ് എന്ന താപസൻ ആയുടെ ജമ്മു മേഖലയിൽ ആശ്രമം സ്ഥാപിച്ച് വൈഷ്ണവ ആരാധന നടത്തുകയായിരുന്നു. ഗോരഖ്നാഥിന് സ്വപ്നത്തിൽ ദർശനം നൽകിയ ശ്രീരാമൻ ഗോരഖ്നാഥിനേക്കാൾ തപശക്തി സ്വായത്തമാക്കിയ തനിക്ക് പ്രിയങ്കരിയായ ഒരു പെൺകുട്ടിയെപ്പറ്റി സൂചന നൽകി. ഭഗവാൻ സ്വപ്നത്തിൽ സൂചന നൽകിയ ആ തപസ്വിനിയെപ്പറ്റി അന്വേഷിച്ചു കണ്ടുപിടിക്കാൻ തന്റെ ശിഷ്യന്മാർക്ക് ഗോരഖ്നാഥൻ നിർദ്ദേശം നൽകി. ഏറെക്കാലത്തെ അന്വേഷണത്തിന് ശേഷം അപൂർവ സിദ്ധികളുള്ള ഒരു തപസ്വിനിയെ ഗോരഖ്നാഥിന്റെ ശിഷ്യനായ ഭൈരവനാഥൻ കണ്ടെത്തി. മറ്റ് താപസികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ പെൺകുട്ടി സ്ഥിരമായി അമ്പും വില്ലും ത്രിശൂലവും ധരിക്കാറുണ്ടെന്നും സിംഹങ്ങൾ വൈഷ്ണവിയുടെ ആശ്രമത്തിനടുത്തെത്തുമ്പോൾ ശാന്തരാകാറുണ്ടെന്നും ഒരു വാനര സംഘം എപ്പോഴും വൈഷ്ണവിയെ അനുധാവനം ചെയ്യുന്നുണ്ടെന്നും ഭൈരവനാഥൻ മനസ്സിലാക്കി.
ദേവിയുടെ ആശ്രമത്തിന് തൊട്ടടുത്തായി തന്റെ ആശ്രമം സ്ഥാപിച്ച ഭൈരവനാഥൻ വൈഷ്ണവിയുടെ ഓരോ ചലനങ്ങളും പിന്തുടരാൻ തുടങ്ങി. അനുദിനം ആ അഭൗമ സൗന്ദര്യം കണ്ട് മനം മയങ്ങിയ ഭൈരവനാഥൻ ഒരു ദിവസം വൈഷ്ണവിയോട് വിവാഹാഭ്യർത്ഥന നടത്തി. അർച്ചന നിഷ്കരണം നിരസിച്ച ദേവി ഭൈരവനാഥനോട് ഉടനെ അവിടം വിട്ടുപോകാൻ ഉത്തരവ് നൽകി. എന്നാൽ അത് അനുസരിക്കാതെ ഭൈരവനാഥൻ ശല്യം തുടർന്നു. ഇതോടെ ഖത്രയിലെ ആശ്രമം ഉപേക്ഷിച്ച് ദേവി ത്രികുട പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയി. പർവ്വത ശിഖരത്തിലെ ഗുഹയിൽ തപസ് തുടർന്നു. എന്നാൽ അവിടെയും പിന്തുടർന്നെത്തിയ ഭൈരവനാഥൻ ശല്യം തുടർന്നു. അവസാനം ക്ഷമകെട്ട് ഭൈരവനാഥനെ നിഗ്രഹിക്കാൻ ദേവി തീരുമാനിച്ചു. ഗുഹയ്ക്ക് പുറത്തേക്ക് വന്ന ദേവി തന്റെ ത്രിശൂലം ഭൈരവനാഥന് നേരെ പ്രയോഗിച്ചു. അറ്റുതെറിച്ച ശിരസ്സുമായി ശക്തിശൂലം 2 കിലോമീറ്റർ താഴെ നിപതിച്ചു. എന്നാൽ തപശക്തിയിൽ സമ്പന്നനായിരുന്നതിനാൽ ഭൈരവനാഥന്റെ പ്രാണൻ ദേഹത്തെ വിട്ടുപോയിരുന്നില്ല. മഹാദേവിയുടെ ശക്തി തിരിച്ചറിഞ്ഞ ആ ഖണ്ഡിത ശിരസ് ദേവിയോട് മാപ്പിരന്നു. മൃത്യുവിന് ശേഷമെങ്കിലും ഭൈരവനാഥന് മനംമാറ്റമുണ്ടായതിൽ പ്രസന്നയായ ദേവി തന്നെ സന്ദർശിക്കാൻ എത്തുന്ന ഭക്തർ ഭൈരവ സന്നിധിയിലെത്തുമെന്ന് അനുഗ്രഹം നൽകി. അതിനുശേഷം ഭക്തർക്ക് വിശ്വരൂപ ദർശനം നൽകിയ ദേവി ത്രികുടശിലയിൽ വിലയം പ്രാപിച്ചു. ओए तेरे भवन दे दे अपनी शरण, रहे तुझ में मगन थाम कर ये चरण। तन मन में भक्ति ज्योत तेरी हे माता जलती रहे, तन मन में भक्ति ज्योत तेरी हे माता जलती रहे। വീണ്ടും കാലചക്രങ്ങൾ ഉരുണ്ടു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ശ്രീധർ എന്ന സാധു ബ്രാഹ്മണന് ദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷയായി ഗ്രാമീണർക്ക് മുഴുവൻ സദ്യ ഒരുക്കാൻ നിർദ്ദേശം നൽകി. ദേവിയുടെ നിർദ്ദേശം ശിരസാവഹിച്ച ശ്രീധരൻ ഗ്രാമീണരെയെല്ലാം അടുത്ത ആഴ്ച സദ്യയ്ക്ക് ക്ഷണിച്ചു. എന്നാൽ സദ്യയുടെ ദിവസം അടുത്തു വന്നതോടെ ആ സാധു ബ്രാഹ്മണന് അങ്കലാപ്പായി. സദ്യ പോയിട്ട് അന്നത്തെ അന്നത്തിനുള്ള വക പോലും ആ സാധുവിന് ഇല്ലായിരുന്നു. സദ്യയുടെ ദിവസം സമാഗതമായി ഗ്രാമീണരെല്ലാം എത്തിച്ചേർന്നു. പക്ഷേ അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുടിലിൽ സദ്യക്കുള്ള വിഭവങ്ങൾ തനിയെ വന്നു നിറഞ്ഞു. അന്ന് രാത്രി ദേവി വീണ്ടും ശ്രീധരന് സ്വപ്ന ദർശനം നൽകി. ത്രികുട പർവ്വതത്തിനു മുകളിൽ തന്റെ ദേവസ്ഥാനത്ത് നിത്യപൂജ ഏർപ്പെടുത്താൻ ശ്രീധരന് നിർദ്ദേശം നൽകി. ദേവി സ്വപ്നത്തിൽ കാട്ടിക്കൊടുത്ത ഗുഹാസ്ഥാനത്ത് ശ്രീധർ പൂജ ആരംഭിച്ചു. ഹിരണ്യകശിപുവിന്റെ മകൻ പ്രഹ്ലാദൻ ഈ ഗുഹാക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. का आंगन सजाया करके तेरे दर्शन झूमे धरती गगन, सनन गाए पवन सभी तुझ में मगन। तन मन में भक्ति ज्योत तेरी हे माता जलती रहे, तन मन में भक्ति ज्योत तेरी हे माता जलती रहे। रहे तुझ में मगन थाम कर ये चरण, तन मन में भक्ति ज्योत तेरी हे माता जलती रहे। ओ तन मन में भक्ति ज्योत तेरी हे माता जलती रहे। കേരളത്തിൽ നിന്നും ഏകദേശം 7000 കിലോമീറ്റർ അകലെയും സമുദ്രനിരപ്പിൽ നിന്നും 5200ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ക്ഷേത്രം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി എത്താം. നന്ദി, നമസ്കാരം. त्रिकुटाचल निवासिनी वैष्णोदेवी पराशक्ति, त्रिकुटाचल निवासिनी वैष्णोदेवी पराशक्ति,
ഹിമവൽ ശൃംഗ നിവാസിനിയാമമ്മേ അമ്മേ ത്രികുടാജല നിവാസിനി. തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവുമധികം വരുമാനമുള്ള, ഏറ്റവുമധികം ഭക്തരെത്തുന്ന മഹാക്ഷേത്രം. ശക്തി സ്വരൂപിണിയായ അമ്മ മഹാദേവി